നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ്, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ്. നോക്കുക, അരിത്തമെറ്റിക് സീക്വൻസ് എന്നാൽ എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d ഇങ്ങനെ പോകുന്നു. അതായത് ആദ്യത്തെ ടേം എ, ഒരു ഡിഫറൻസ് കൂടി, പിന്നെയും ഡിഫറൻസ് കൂടുമ്പോൾ എ പ്ലസ് 2d ആയി, അടുത്തത് എ പ്ലസ് 3d ആയി, അങ്ങനെ ലാസ്റ്റ് അല്ലെങ്കിൽ nth ടേമാണ് എ പ്ലസ് n മൈനസ് 1d. ഇപ്പോൾ ഇത് ഓർക്കാൻ ഒരു എളുപ്പ വഴി, ഇത് നാലാമത്തെ ടേമാണ്. നാലാമത്തെ ടേമിൽ 3 ഡിഫറൻസ് കൂട്ടിയിട്ടുണ്ടാവും, എ പ്ലസ് 3d. ഇത് മൂന്നാമത്തെ ടേം എ പ്ലസ് 2d എന്നത്. അങ്ങനെയാണ് 10th ടേം എന്നാൽ എ പ്ലസ് 9d ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി nth ടേം, ഇതാണ് ഫസ്റ്റ് ഇക്വേഷനായിട്ട് മാറുന്നത്. nth ടേം എന്നാൽ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് ഇക്വേഷൻ. മിഡിൽ നമ്പർ കണ്ടുപിടിക്കാനുള്ളതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അതായത് എ ബി സി 3 നമ്പേഴ്സ് ആണെങ്കിൽ ബി കണ്ടുപിടിക്കാൻ എയും സിയും കൂടെ കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ മതി. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ് മൂന്നാമത്തെ ഇക്വേഷൻ. അതായത് 1 മുതൽ 10 വരെ കൂട്ടണമെങ്കിൽ 10 ഇൻറ്റു 11/2, അപ്പോൾ n വരെ കൂട്ടണമെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1/2. സം കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതുപോലെ മറ്റൊരു ഇക്വേഷൻ n/2 ഇൻറ്റു എ പ്ലസ് എൽ. എ എന്നാൽ ഫസ്റ്റ് ടേം, എൽ എന്നാൽ ലാസ്റ്റ് ടേം. ഇവിടെ എ എന്നത് ഫസ്റ്റ് ടേം, എൻ എന്നത് നമ്പർ ഓഫ് ടേംസ്, ഡി എന്നത് ഡിഫറൻസ്. ഇങ്ങനെ 3 കാര്യങ്ങൾ തരികയാണെങ്കിലാണ് ഈ ഇക്വേഷൻ. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്പർ ഓഫ് ടേം എത്ര എണ്ണമാണെന്നും കൂടെ തരുവാണെങ്കിൽ Sn ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നോക്കുക. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് 7, 10, 13 എക്സെട്ര ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഫൈൻഡ് 10th ടേം. ഏതെങ്കിലും പൊസിഷനിലുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധാരണ ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം സം ഓഫ് 10 ടേംസ്. മൂന്നാമത് ഈസ് 100 ടേം. ഇതിൽ ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ ഇത് 3 പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ 10th ടേമാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 10, എ എന്നത് 7, ഡി എന്നത് 3 വെച്ചാണ് ഇവിടെ കൂടിപ്പോകുന്നത്, അതുകൊണ്ട് ഡി 3. 10 മൈനസ് 1 എന്നത് 9, 9 ഇൻറ്റു 3 27 പ്ലസ് 7 34 ആണ് 10th ടേം. അടുത്ത രണ്ടാമത് സം ഓഫ് 10 ടേംസ് ആണ്. അതിന് S10 10/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. 2 ഇൻറ്റു എ എന്നത് 7 ആണ്, n മൈനസ് 1 10 മൈനസ് 1 ഇൻറ്റു 3. ഇത് 9 ഇൻറ്റു 3 27 പ്ലസ് 14 ഇൻറ്റു 5. ഇവിടെ കട്ട് ചെയ്യുമ്പോഴാണ് ഈ 5 ആകുന്നത്. 5 ഇൻറ്റു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 41 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 205 ആണ് സം ഓഫ് 10 ടേംസ്. അടുത്തത് ഈസ് 100 ടേം. 100 ടേം ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Tn ഇസ് ഈക്വൽ ടു 100 എന്ന് എഴുതണം. എന്നിട്ട് Tn എന്നാൽ nth ടേം ആണ്. nth ടേം കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി നോക്കുക. ഇവിടുത്തെ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 3യുടെ കൂടെ n എന്നിടുന്നു, 3n. 7 കിട്ടണമെങ്കിൽ 3യുടെ കൂടെ 7 കിട്ടണമെങ്കിൽ 4 ആഡ് ചെയ്യണം. അപ്പോൾ 3n പ്ലസ് 4 ആണ് nth ടേം. നോക്കുക, 3n പ്ലസ് 4 എന്ന് എഴുതാം. nth ടേം ഇസ് ഈക്വൽ ടു 100 എന്ന് എഴുതി. കാരണം 100 ടേം ആകുമെന്ന് ചോദിച്ചാൽ Tn ഇസ് ഈക്വൽ ടു 100. ഈ 4 ഇപ്പുറത്ത് കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 3n ഇസ് ഈക്വൽ ടു 100 മൈനസ് 4. അപ്പോൾ n ഇസ് ഈക്വൽ ടു 96/3 32 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം 32ാമത്തെ നമ്പറാണ് 100. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഉറപ്പുള്ള ഒരു ചോദ്യമാണ്. സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് n² പ്ലസ് 5n. ഫൈൻഡ് ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ്, അരിത്തമെറ്റിക് സീക്വൻസ്, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇതിന് 5 മാർക്ക് വരെ കിട്ടാം. ഏകദേശം 21 തൊട്ട് 29ാമത്തെ ചോദ്യങ്ങളിൽ വരുന്ന ഒരു ചോദ്യമാണിത്. ഇവിടെ Sn ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചു വെക്കുക. ആദ്യം Sn നമുക്ക് തരുന്നത്, പിന്നെ S1 കാണണം, S2 കാണണം, T2 കാണണം. T2 എന്നാൽ സെക്കൻഡ് ടേം ആണ്. അതിനുശേഷം അരിത്തമെറ്റിക് സീക്വൻസ്, പിന്നെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് Sn ഇസ് ഈക്വൽ ടു n² പ്ലസ് 5n തന്നിട്ടുണ്ട്. 1 കൊടുത്താൽ ഒരു ടേമിൻ്റെ സം അല്ലെ ഫസ്റ്റ് ടേം എന്നാണ് അർത്ഥം. അപ്പോൾ 1² പ്ലസ് 5 ആൻസർ 6 എന്ന് കിട്ടും ഫസ്റ്റ് ടേം. S2 എന്നാൽ 2 ടേമുകളുടെ സം ആണ്. അപ്പോൾ 2 കൊടുക്കുമ്പോൾ 2² പ്ലസ് 5 ഇൻറ്റു 2 10 പ്ലസ് 4 14 എന്ന് കിട്ടും 2 ടേമിൻ്റെ സം. അപ്പോൾ രണ്ടാമത്തെ ടേം ഏതാണെന്ന് കാണാൻ S2 മൈനസ് S1 14 മൈനസ് 6 8 എന്ന് കിട്ടും രണ്ടാമത്തെ ടേം.
അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെയാണ്. ഫസ്റ്റ് ടേം 6, രണ്ടാമത്തെ ടേം 8 ആയതുകൊണ്ട് ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 2 കൂട്ടിയാൽ 10, 12 എക്സെട്ര. nth ടേം കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറൻസിൻ്റെ കൂടെ n ഇടണം. അപ്പോൾ ഡിഫറൻസ് 2 ആയതുകൊണ്ട് 2n. 6 കിട്ടാൻ +4. അപ്പോൾ nth ടേം 2n + 4. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ഓർത്ത് വെക്കുക. 5 മാർക്ക് വരെ കിട്ടാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക്